അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഖുർആൻ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂറത്തുൽ ഫാത്തിഹയിലെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആയത്ത് അവസാനത്തെ ആയത്ത്, 7ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രസ്തുത ആയത്ത് നാം മുന്നേ വിശദീകരിച്ച ആയത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ മുസ്തഖീമായ ആ നേരായ വഴിയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്ത്. അല്ലാഹുവിൻ്റെ ഹംദ്, അവിടുത്തെ സ്തുതി, അവിടുത്തെ തിരുനാമം ഉച്ചരിച്ച് എല്ലാ ഉടമസ്ഥാവകാശവും അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് സമർത്ഥിക്കുകയും ഏതൊരടിമയും അനിവാര്യമായി ചോദിക്കേണ്ട ആ പരിശുദ്ധ ഹിദായത്തിനെ ചോദിക്കുകയും ചെയ്ത ശേഷം എന്നാൽ സന്മാർഗം സിദ്ധിക്കുക എന്ന ആ അനുഭവമായ നേട്ടം അത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം നിഅമത്തുകൾ ചെയ്ത ചില ആളുകൾക്ക് മാത്രമാണെന്നും ആ ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾക്കും വേണ്ടത് എന്നും കൂടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്തുകൾ ചെയ്ത ആ വിഭാഗം ആളുകളാണ് ഭൂമി ലോകത്ത് തന്നെ ലോകർക്ക് മാതൃകാ പുരുഷന്മാരായവർ എന്നുകൂടെ ഈ പരിശുദ്ധ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു. സിറാത്തല്ലദീന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ ചൊവ്വായ വഴിയിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണേ. സിറാത്തല്ലദീന, ഒരു വിഭാഗം ആളുകളുടെ ആ ചൊവ്വായ വഴി. അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അവരുടെ മേൽ നിൻ്റെ നിഅമത്തുകൾ ചൊരിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ വിഭാഗം ആളുകളുടെ ആ നേരായ വഴിയാണ് നീ ഞങ്ങൾക്ക് നൽകേണ്ടത് എന്നതാണ് ഈ ആയത്തിൻ്റെ ആകെ സാരം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിൻ്റെ പ്രത്യേകം കോപത്തിന് ഇരയായവരും, അതായത് യഹൂദികളായ ആ വിഭാഗം ആളുകളും ജീവിതാന്ത്യം വരെ ളലാലത്തിലകപ്പെട്ട, വഴികേടിൽ അകപ്പെട്ട നസാറാക്കളുടെയും ആ മാർഗത്തിൽ നിന്നും രക്ഷ പ്രാപിക്കലാണ് ഈ സൂക്തത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ കോപം സിദ്ധിച്ചവരും ളലാലത്തിലകപ്പെട്ടവരിൽ നിന്നും കാവൽ ചോദിക്കൽ ഓരോ സത്യവിശ്വാസിക്കും അനിവാര്യമാണ് എന്നുകൂടെ ഈ പരിശുദ്ധ ആയത്തിൽ സൂചിപ്പിക്കുന്നു. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവെ നീ ഏതൊരുത്തൻ്റെ മേലിലാണോ നിൻ്റെ കോപം വർഷിക്കപ്പെട്ടതെങ്കിൽ അവരുടെ പാതയല്ലാത്ത ആ ചൊവ്വായ മാർഗമാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകേണ്ടത്. വലദ്ദാല്ലീൻ, അള്ളാഹുവെ വഴികേടിലകപ്പെട്ട ആ വിഭാഗം ജനങ്ങളുടെ മാർഗവുമല്ല, അതുമല്ലാത്ത ആ സന്മാർഗമായ വഴിയാണ് ഞങ്ങൾക്ക് നീ നൽകേണ്ടത് എന്നതാണ് ഈ പരിശുദ്ധ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. എന്നതാണ് പരിശുദ്ധ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നാം ആ ദുആ ആണ് ഫാത്തിഹയിലൂടെ അവസാനമായി നിർവഹിച്ചത്. ഇനി നമുക്ക് പ്രസ്തുത ആയത്തിൻ്റെ തജ്വീദിൻ്റെ ഹുക്മുകളിലേക്ക് പ്രവേശിക്കാം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് മുഴുവനായും ഒരൊറ്റ ആയത്താണ്. നമ്മൾ ഖിറാഅത്തിൻ്റെ സൗകര്യാർത്ഥം എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചേർത്തി ഓതാനുള്ള ബുദ്ധിമുട്ട് കാരണമുള്ളവർക്കൊക്കെ അവിടെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നിടത്ത് വഖഫ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് പ്രത്യേകം ചേർത്തി ഓതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചേർത്തി ഓതാത്ത പക്ഷം ഫാത്തിഹയിൽ ഒരല്പം നുഖ്സാനിയത്ത് സംഭവിക്കും, ഒരു കുറവ് സംഭവിക്കും. അതിൻ്റെ അർത്ഥത്തിൻ്റെ ഭാഗത്തിലൂടെ അത് വിശാലമായി മനസ്സിലാവും. എന്നാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് പരസ്പരം ചേർത്തി ഓതാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അവിടെ ഇടയിൽ ഒരു വഖഫ് വരുന്നത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നിടത്ത് വഖഫ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ വഖഫ് ചെയ്യൽ ഖബീഹാണ് എന്നാണ് ഖിറാഅത്തിൻ്റെ ഇമാമുകളിൽ പലരും സൂചിപ്പിച്ചിട്ടുള്ളത്. സിറാത്ത, ഇതിൽ ഒന്നാമത്തെ അക്ഷരം സ്വാദാണ്. സ്വാദിനെ സംബന്ധിച്ച് അല്പം ചില സിഫത്തുകളൊക്കെ നാം കഴിഞ്ഞ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് നമുക്ക് സ്വാദിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു സിഫത്താണ്. അതായത് ഉച്ചരിക്കുന്ന സമയം ആ അക്ഷരത്തോടൊപ്പം ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുക, പക്ഷി സ്വരം പുറപ്പെടുക എന്നാണ് തജ്വീദിൻ്റെ ഇമാമുമാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. തജ്വീദിൻ്റെ അയിമ്മത്ത് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് സൊഫീറത്ത് എന്നാണ് ആ സിഫത്തിനുള്ള പേര്. അതായത് ഉച്ചരിക്കുന്ന അവസരത്തിൽ സ്വാദ് എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഒരു അരയന്നത്തിൻ്റെ ശബ്ദം സ്വാ സ്വാ, ഒരു പ്രത്യേക ശബ്ദം കേൾക്കണം, അത് കേൾക്കും എന്നതാണ് സ്വാദിനുള്ള സിഫത്ത്. ആദ്യം നാം പറഞ്ഞു വച്ചതുപോലെ ഇസ്തിലാഉം ഇത്ബാഖും സൊഫീറത്തും കൂടെ ചേർന്ന് വരുമ്പോഴാണ് സ്വാദിൻ്റെ ആ യഥാർത്ഥമായ ആ ശബ്ദത്തിലേക്കും ആ ഭംഗിയിലേക്കും എത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അക്ഷരം റോ ആണ്. റോയിനെ സംബന്ധിച്ച് നാം വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാം, റോ തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദം കനപ്പിച്ചുകൊണ്ട് റോ എന്നാണ് ഉച്ചരിക്കേണ്ടത്. തൊട്ടടുത്ത അക്ഷരം പോ ആണ്. പോ. ഇന്നലെ നാം വിശാലമായി ചർച്ച ചെയ്ത മറ്റൊരക്ഷരമാണ് പോ. ഇസ്തിഅല എന്ന സിഫത്തും ഇത്ബാഖ് എന്ന സിഫത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം കൂടെയാണ് പോ. സ്മിറാത്ത, ഈ മൂന്നക്ഷരങ്ങളും ഏകദേശം ഒരേ മർത്തബയിലുള്ള ഒരേ പദവിയിലുള്ള അക്ഷരങ്ങളാണ്. ഏകദേശം മൂന്നും ശബ്ദഗതി മേൽപോട്ട് ഉയരേണ്ട ഇസ്തിലാഇൻ്റെ വിശേഷണം വരുന്ന അക്ഷരങ്ങൾ കൂടെയാണ് സ്മിറാത്ത, ഈ മൂന്നക്ഷരങ്ങളും. അടുത്തത് അല്ലദീന. സ്മിറാത്തല്ലദീന, ഇതാലുച്ചരിക്കുമ്പോൾ അശ്രദ്ധമായി വന്നു പോകുന്ന ഒരു പിഴവ്. സ്മിറാത്തല്ലദീന, അല്ലദീന, ദാലുച്ചരിക്കൽ പൊതുവെ സ്വാഭാവികമായും അവിടെ കേട്ടുവരാറുള്ള ഒരു പിഴവാണ്. അവിടെ ദാലല്ല ദാലാണ്. ദാല് പുറപ്പെടേണ്ടത് നാവിൻ്റെ തലയും നാവിൻ്റെ തലഭാഗം, മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം, ഇവിടെ നിന്നാണ് ദാലുച്ചരിക്കേണ്ടത്. ദാൽ. സ്വിറാത്തല്ലദീന, അല്ലദീന, ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഈ നാവിൻ്റെ തലഭാഗം മുൻപല്ലിൻ്റെ അല്പം ഉള്ളിലോട്ട് കയറിയാൽ ഒരല്പം കയറലുകൊണ്ട് മറ്റു ചില അക്ഷരങ്ങളിലേക്ക് അത് നീങ്ങിപ്പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഏകദേശം ഇതിനോടടുത്ത മറ്റൊരു അക്ഷരമാണ് സായ്. ചിലർ സ്വിറാത്തല്ലസീന ഇങ്ങനെയും പറയുന്നതായിട്ട് കേൾക്കാൻ കഴിയും. അതും മാറി വരുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വിറാത്തല്ലദീന, അല്ലദീന എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതാലുച്ചരിക്കുമ്പോൾ ശബ്ദം നടക്കുന്നത് എളുപ്പമാവും. മറ്റുള്ള അക്ഷരങ്ങൾ പോലെയല്ല. ബ എന്ന് പറയുമ്പോൾ ശബ്ദം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, ശബ്ദം നടക്കൂലല്ലോ. എന്നാൽ ഇതാലുച്ചരിക്കുമ്പോൾ അങ്ങനെയല്ല. ഒരല്പം ശബ്ദം ഇങ്ങനെ നടക്കുന്നത് എളുപ്പമായി വരും. ഇതാണ് രഹ്വ്. എന്നാൽ ഈ ദാലിനോടൊപ്പം അതേ ശബ്ദത്തിൽ തന്നെ കാറ്റ് പുറത്തേക്ക് പോകുന്നത് നാം ശ്രദ്ധിക്കണം. അത്രമാത്രം നേരിയതാക്കേണ്ട ആവശ്യവുമില്ല. കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ സിഫത്ത് മാറി വരും. ദാലിൻ്റെതായ ആ ഉച്ചാരണ ശൈലിയിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് അത് മാറിപ്പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഭാഗം അൻഅംത. അൻഅംത, ഇവിടെ ഹംസ് വരുന്നുണ്ട്. ഹംസ്, ആ എന്ന ഈ അക്ഷരം നാം ശ്രദ്ധിക്കേണ്ട ഒരു സിഫത്ത് കൂടെ അതിനുണ്ട്. ഷിദ്ദത്ത് എന്ന് വെച്ചാൽ ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ അത് ശക്തിയായി സ്ഥിതി ചെയ്യുന്ന കാരണത്താൽ ശബ്ദം അത് നീങ്ങാതിരിക്കുക. അപ്പോൾ ആ എന്ന് കറക്റ്റ് വരണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ എന്നത് ഒരല്പം കട്ടിയില്ലാതെ ഉച്ചരിക്കുമ്പോൾ ആ എന്നൊരു ശബ്ദം കേൾക്കും. ഈ ശബ്ദമല്ല കേൾക്കേണ്ടത്, ആ എന്നാണ് കേൾക്കേണ്ടത്. അപ്പോഴാണ് ഷിദ്ദത്ത് എന്ന ആ സിഫത്ത് പരിപൂർണമാവുന്നത്. അൻഅംത, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനായ നൂനാണ് തൊട്ടടുത്ത അക്ഷരമുള്ളത്. സുക്കൂനായ നൂനിനും അതുപോലെ തന്നെ സുക്കൂനായ നൂനിന് ചില പ്രത്യേക ഹുക്കുമുകളൊക്കെ ഉണ്ട്. വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. നാം ഇവിടെ വന്ന ആ ഹുക്കുമിനെ മാത്രം
പറയുകയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സുക്കൂനായ നൂന്, ഈ നൂനിനു ശേഷം വരുന്ന അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കി ഇവകൾക്ക് പ്രത്യേക ചില ഹുക്കുമുകളും അവസ്ഥകളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദ്ഹാർ. അതായത് സുക്കൂനായ നൂനിന് ശേഷം തൊട്ടടുത്ത അക്ഷരമായി ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും സംഭവിച്ചാൽ ഈ സുക്കൂനായ നൂനിനെ വ്യക്തമായി മണിക്കാതെ ഉച്ചരിക്കുക എന്നതാണ് ഇദ്ഹാർ. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സുക്കൂനായ നൂനിന് തൊട്ട അക്ഷരം ഐനായതുകൊണ്ട് തന്നെ അൻ ആംത അൻ ആംത അൻ എന്ന് വളരെ വ്യക്തമായി നൂനിനെ നാം ഉച്ചരിച്ചു. അൻ ആംത എന്നോ അൻ ആംത എന്നോ നൂനിനെ വെളിവാക്കാതെയോ അല്ലെങ്കിൽ വെളിവാക്കിയതിന് പുറമെ ഉന്നത്തിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യാതിരിക്കുക എന്നർത്ഥം. അൻ ആംത ഇങ്ങനെ വ്യക്തമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇദ്ഹാർ എന്നാണ് ഈ ഹുക്കുമിൻ്റെ പേര്. തൊട്ടടുത്ത അക്ഷരം ആയിനാണ്. ആയിൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തു വന്നതാണ്. ഈ ആയത്തിന് വേണ്ടി നമുക്കിവിടെയും പറയാം. ആയിൻ പുറപ്പെടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രോഗ്രാമിൽ പലതവണ ആവർത്തിച്ചതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആയിനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. മധ്യഭാഗത്തിൽ നിന്നും വളരെ മൃദുവായിട്ടാണ് ആയിൻ പുറപ്പെടേണ്ടത്. അതിൻ്റെ സിഫത്തുകളൊക്കെ നാം വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതേ പ്രകാരമാണ് ഇവിടെയും ഉച്ചരിക്കേണ്ടത്. അൻ ആംതയിലെ താ പുറപ്പെടുന്നത് നാം പറഞ്ഞു വച്ചിട്ടുണ്ട്. താഇൻ്റെ മഖ്റജ് താ, ദാല്, ത്വാ ഇവ മൂന്നും പുറപ്പെടുന്നത് ഒരേ മഖ്റജിൽ നിന്നാണ്. എന്ന് വെച്ചാൽ മേലെ മുൻപല്ല് മുളക്കുന്ന ആ കുഴി പോലത്തെ സ്ഥലവും നാവിൻ്റെ തലയും കൂടെ ചേർത്ത് വെച്ചാണ് ഉച്ചരിക്കുന്നത്. അൻ ആംത അൻ ആംത ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ലഫ്ള് അലൈഹിം. അവിടെയും ആയിനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പിഴവാണ് അലൈഹിം. അ എന്നുച്ചരിക്കും. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അലൈഹിം എന്നിങ്ങനെ ആയിനായിട്ടാണ് കേൾക്കേണ്ടത്. പലരും സിറാത്തല്ലദീന അൻഅംത അലൈഹിം അൻഅംത അലൈഹിം ഇങ്ങനെയൊക്കെ ഉച്ചരിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളിലും ആയിനാണ്. അൻഅംത അലൈഹിം. അതുപോലെ തന്നെ കേട്ടുവരാവുന്ന മറ്റൊരു പിഴവാണ് അലൈഹിം. ലേ എന്നൊരു ഏകാര സ്വരം ലാമിന് കൊടുക്കൽ. അവിടെ ഫതഹാണ് ലാമിനുള്ളത്. ല എന്നാണ് പരിശുദ്ധ ഖുർആനിലുള്ളതും നാം ഉച്ചരിക്കേണ്ടതും. സ്വാഭാവികമായും അവിടെ കേട്ടുവരുന്നൊരു പിഴവാണത്. ലാമിന് ഏകാര സ്വരം കൊടുത്ത് അലൈ അലൈ ലേ എന്നല്ല, അലൈ അലൈ എന്നാണ്. ഫതഹ് മുത്തവസ്സിത്ത ആയതുകൊണ്ട് ലാമിന് ഫതഹാണുള്ളത്. ലാമിന് ഫതഹ് കൊടുത്തുകൊണ്ട് ഫതഹ് മുത്തവസ്സിത്ത പ്രകാരം വായ ഒരല്പം മധ്യമായ നിലയിൽ തുറന്നുകൊണ്ട് അലൈഹിം അലൈഹിം ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു പിഴവാണ് അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം അലൈഹിം എന്ന് ഒരല്പം നീട്ടൽ. അലൈഹിം അവിടെ ഒരു അലിഫിൻ്റെ ഖദർ, അവിടെ ഒരു യാ ആണുള്ളത്. അലൈ ഒറ്റ അക്ഷരമേ ഉള്ളൂ. അവിടെ ഒരൊറ്റ അക്ഷരത്തിൻ്റെ ആ ഖദറെ അവിടെ നീളാവൂ. അപ്പോൾ അലൈ എന്ന ആ യാഇനെ ലീനിയായി ഉച്ചരിക്കേണ്ട ഒരു സമയം മാത്രമേ അവിടെ ഉള്ളൂ. അലൈ അലൈ. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അലൈഹിം എന്ന് പറയാൻ പാടില്ല. മറ്റൊരു പിഴവാണ് അലൈഹിം. ഇങ്ങനെ ഹാഇന് ശക്തിയായി കട്ടി കൊടുത്തുകൊണ്ട് ഉച്ചരിക്കലും മറ്റൊരു പിഴവിൽപ്പെട്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാഇനെ സംബന്ധിച്ച് നാം പറഞ്ഞ സമയത്തെല്ലാം ഉണർത്തിയതുമാണ്. അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഇങ്ങനെ കേൾക്കാവൂ. അലൈഹിം ആയിനുച്ചരിക്കുമ്പോൾ നാം പറഞ്ഞു ഹംസായി വരുന്നത് ശ്രദ്ധിക്കുകയും തൊട്ടടുത്ത അക്ഷരം ലാമാണ്. ലാമ് ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരമല്ലാത്തത് കൊണ്ട് ഫതഹാണെങ്കിൽ പോലും അലൈഹിം എന്ന് പറയാതെ അലൈ അലൈ എന്നേ പറയാവൂ. ഇതെല്ലാം ശ്രദ്ധിക്കുകയും പരിശുദ്ധ ഖുർആനിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഗൈരിൽ മഗ്ദൂബി. ഗൈൻ ഉച്ചരിക്കേണ്ടത് നമ്മൾ ഫാത്തിഹയിൽ ഇന്ന് വരെ പറയാത്ത ഒരു പുതിയ അക്ഷരമാണ് ഗൈൻ. ഗൈൻ എന്ന അക്ഷരം പുറപ്പെടുന്നത് തൊണ്ടയുടെ
ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ്. തൊണ്ട 3 ഭാഗങ്ങളാണ്: മുകൾ ഭാഗം, മധ്യഭാഗം, താഴ്ഭാഗം. നമ്മൾ മധ്യഭാഗത്തു നിന്നുള്ള അക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. 2 അക്ഷരങ്ങളാണുള്ളത്, ഐൻ, ഹ. ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്ത് വന്നതാണ്. തൊണ്ടയുടെ അങ്ങേ അറ്റഭാഗം, അവിടെ നിന്ന് പുറപ്പെടുന്നത് 2 അക്ഷരങ്ങളാണ്. ഒന്ന് ഹംസാണ്, മറ്റൊന്ന് ഹ ആണ്. ഇപ്പോൾ നാം പറഞ്ഞു വെച്ചത് ഗോയിനെ സംബന്ധിച്ചാണ്. ഗോയിൻ പുറപ്പെടുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. പറഞ്ഞു ശീലിക്കേണ്ടത് ആവോ ആവോ ആവോ, ഇങ്ങനെ പറഞ്ഞു ശീലിച്ചാൽ അത് വ്യക്തമാവും. ഗോയിൻ, ഗോയിനുള്ള ചില പ്രത്യേക സിഫത്തുകളിൽപ്പെട്ടതാണ്. ഒന്ന് ജഹ്ർ, അതായത് ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ വെച്ചുകൊണ്ട് ശ്വാസം നീങ്ങാതിരിക്കുക. അപ്പോൾ വളരെ ബലഹീനമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഗോയിൻ ഉച്ചരിച്ചാൽ ഒരു പക്ഷേ ശ്വാസം നീങ്ങിപ്പോവും. ഹാ 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 എന്നൊക്കെ പറഞ്ഞാൽ, ഹാ എന്ന് പറഞ്ഞാൽ വളരെ ബലഹീനമായി ഗോയിൻ ഉച്ചരിച്ചാൽ ഒരു പക്ഷേ കാറ്റോട് കൂടെ നീങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതാവാതെ ഹോ ഹോ എന്നാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു സിഫത്താണ് റിഹവ്, അതായത് മഖ്റജിൽ ബലഹീനമായാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം ഒരല്പം ശബ്ദം ഇങ്ങനെ നീങ്ങുക, അല്പം. അപ്പം എങ്ങനെ, ഹോ ഹോ ഹോയിരി ഹോ, ശബ്ദം ഒരല്പം നീങ്ങുന്നു, എന്നാൽ കാറ്റ് നീങ്ങുന്നില്ല. ഇങ്ങനെ ഗോയിനിനെ ഈ 2 സിഫത്തുകൾ കൊണ്ട് പ്രത്യേകിച്ച് മാറ്റിയെടുക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗോയിനിലുള്ള മറ്റൊരു സിഫത്താണ് ഇസ്തിഅലാ, ഉച്ചരിക്കുന്ന സമയം നാവിൻ്റെ അഖ്സയായ ഭാഗം, അങ്ങേയറ്റം, അതിനോട് നേരിടുന്ന അണ്ണാക്കുമായി അങ്ങോട്ട് ഉയർന്നിരിക്കുക എന്നത്. ഹോ ഉച്ചരിക്കുമ്പോൾ വായ നിറയെയാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. ഹോ ഹോയിരി, ഗൈരി എന്ന് പറയാൻ പാടില്ല. ഗൈരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഫത്ത് നഷ്ടപ്പെട്ടു, ഇസ്തിഅലാ നഷ്ടപ്പെട്ടു. ഹോയിരി ഹോ ഹോയിരി ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. തൊട്ടടുത്ത അക്ഷരം യാ ആണ്. യാ സുക്കൂനായി വന്ന കാരണത്താൽ നാം അവിടെ ഉച്ചാരണത്തിൽ ലീനിയായിട്ടാണ് ഉച്ചരിക്കുക. എന്ന് വെച്ചാൽ വളരെ മൃദുവായി ആ യാഇനെ ഉച്ചരിക്കും. ഹോയ് ഹോയിരി. അടുത്ത അക്ഷരം റോ ആണ്. റോയിനെ സംബന്ധിച്ച് വിശാലമായി നാം പറഞ്ഞെങ്കിലും ഇന്ന് വരെ പറയാത്ത മറ്റൊരു ഹുക്കുമാണ് ഇവിടെ നാം ഉണർത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. റായിൻ്റെ ചില അവസ്ഥകളാണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്. ഇന്ന് നാം പറയുന്നത് റായിൻ്റെ മറ്റു ചില പ്രത്യേക അവസ്ഥയാണ്. എന്ന് വെച്ചാൽ റായിന് കെസ്ർ സംഭവിക്കുകയാണെങ്കിൽ തഫീമായി അല്ല നാം ഉച്ചരിക്കുന്നത്, മറിച്ച് തർക്കീക്കായിട്ടാണ്. തർക്കീഖ് എന്ന് പറഞ്ഞാൽ വായയിൽ ഈ അക്ഷരം നേരിയതായി ഉച്ചരിക്കുക, മഖ്റജിൽ നിന്നും നേരിയതായിട്ട് പുറപ്പെടുക. റായിൻ്റെ മഖ്റജ് നാം പറഞ്ഞിരുന്നു, നാവിൻ്റെ തലയുടെ മുതുക് എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും തലഭാഗമായി വരുന്ന ഭാഗം, അതും അതിനോട് നേരിടുന്ന അണ്ണാക്കുമായി ചേർത്തിട്ടാണ് വെക്കേണ്ടത്. റാ, ഇതാണ് മഖ്റജ്. ഇതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് റായിന് തർക്കീക്ക് ചെയ്യപ്പെടുമ്പോഴും. എന്ന് വെച്ചാൽ ഫാത്തിഹയിൽ വന്ന സന്ദർഭം കസ്ർ വന്ന സന്ദർഭമാണ്. അപ്പോൾ റായിന് കസ്ർ വന്നാൽ റായിനെ തർക്കീക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉച്ചരിക്കേണ്ടത് അതേ മഖ്റജിൽ വെച്ചുകൊണ്ട് ഗോയിരി ഗോയിരി. മഖ്റജിൽ ഒരു മാറ്റവുമില്ല. മഖ്റജിൽ റോ എന്ന് പറയുമ്പോഴും രീ എന്ന് പറയുമ്പോഴും മഖ്റജ് ഒന്ന് തന്നെയാണ്, മറിച്ച് ഒരല്പം ആ അക്ഷരത്തിൻ്റെ ചെറിയൊരു ശബ്ദവ്യത്യാസവും മഖ്റജിൽ കൊടുക്കുന്ന ചില ബലം കുറവ്, കട്ടി കുറവ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ റോ തഫീമാകുന്ന അവസരത്തിലും തർത്തീക്കാവുന്ന അവസരത്തിലും മഖ്റജിൽ മാറ്റമൊന്നുമില്ല. മഖ്റജ് രണ്ടും ഒരേ മഖ്റജ് തന്നെയാണ്. നാവിൻ്റെ തലയുടെ ആ മുതുക് ഭാഗവും അതിനോട് നേരിടുന്ന മുകളിലെ അണ്ണാക്കുമായി ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് റോ. അതേ മഖ്റജ് തന്നെയാണ് രീ എന്നുച്ചരിക്കുമ്പോഴും. പക്ഷേ തർത്തീക്കാകുന്ന സമയം രീ എന്നുച്ചരിക്കുമ്പോൾ ആ റോ ഒരല്പം മഖ്റജിൽ ബലഹീനമായിട്ടാണ് സ്ഥിതി ചെയ്യുക. അത്ര തഫീമാക്കുന്നത് പോലെയുള്ള കട്ടി ഉണ്ടാവില്ല എന്നർത്ഥം. മലയാളത്തിലൊക്കെ നാം ഉച്ചരിക്കുന്ന ര രീ എന്നൊക്കെ ഉച്ചരിക്കുന്നത് ഒരുപക്ഷെ നാവിൻ്റെ ഈ തെല്ല് തലയുടെ മുതുകുഭാഗം കൊണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ കറക്റ്റ് തലഭാഗം ആയിക്കോളുന്നില്ല, കുറച്ച് അല്പം ബാക്കോട്ടേക്ക് വന്നുകൊണ്ട് അണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ര രീ ഇങ്ങനെ ഉച്ചരിക്കും. ഈ രൂപത്തിലല്ല അറബിയിൽ നാം റായിന് കെസ്ർ വന്നാൽ ഉച്ചരിക്കുന്നത് ഗോയിരി. അതേ റായിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഒരല്പം മലയാളത്തിലെ ര രീ എന്നതിൽ നിന്നും
ഒരല്പം മാറ്റമുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അൽ മഗ്ദൂബി. അൽ മഗ്ദൂബി മീമിനെ സംബന്ധിച്ച് നാം പറഞ്ഞിരുന്നു. മീമിന് ഫതഹാവുന്ന സമയം പലപ്പോഴും ഇസ്തിലാഹിൻ്റെ ശബ്ദമൊക്കെ വരാറുള്ളത് പതിവാണ്. അത് മാറ്റിയിട്ട് മ എന്നേ പറയാവൂ, മ എന്ന് പറയരുത് എന്നർത്ഥം. മഗ്ദൂബി. അടുത്തതും ഗൈനാണ്. ഗൈൻ ഇവിടെ സുക്കൂനായിട്ടാണ് സംഭവിച്ചത്. സുക്കൂനായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരക്ഷരമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും, മഖ്റജ് നാം ആദ്യം പറഞ്ഞു വെച്ചു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഇവിടെ നിന്നാണ് ഗൈൻ ഉച്ചരിക്കുന്നത്. ഗൈനിൻ്റെ മഖ്റജും സിഫത്തും, അതായത് ഇസ്തിഅല എന്ന സിഫത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഗ്ദൂബി, ഗൈരിൽ മഗ്ദൂബി, മഗ്ദൂബി ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. അടുത്തത് ളാദാണ്. ളാദ് ഫാത്തിഹയിൽ നാം ഇവിടം വരെ പറഞ്ഞതിൽ ആദ്യമായി വരുന്ന മറ്റൊരക്ഷരമാണ് ളാദ്. ളാദിൻ്റെ മഖ്റജ് നാവിൻ്റെ രണ്ടാലൊരു അരുഭാഗം, ഇത് നാവാണെങ്കിൽ ഒന്നുകിൽ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം, ഈ ഏതു ഭാഗമാണോ നാം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഗം അതിനോട് നേരിടുന്ന മുകളിലത്തെ അണപ്പല്ലുകളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഈ ളാദ് ഉച്ചരിക്കുമ്പോൾ നാം അറിയാതെ അതിൻ്റെ മഖ്റജ് മാറിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഉച്ചരിക്കുന്നത് ളാദിനെ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട്, നാവിനെ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് ബോ എന്നുച്ചരിക്കാറുണ്ട്. അത് ശരിയല്ല, മറ്റൊരു മഖ്റജാണ്. ശബ്ദം കൊണ്ടൊരു പക്ഷേ ളാദിലേക്ക് സാദൃശ്യത വന്നേക്കാം, വരാതിരുന്നേക്കാം. എങ്ങനെയായിരുന്നാലും മഖ്റജ് മാറിക്കഴിഞ്ഞാൽ അത് ഫാത്തിഹയുടെ സ്വഹത്തിനെ ബാധിക്കും, പരിപൂർണതയെ അത് ബാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ളാദിൻ്റെ മഖ്റജ് നാവിൻ്റെ രണ്ടാലൊരു അരുഭാഗം, ആ അരുഭാഗത്തോട് നേരിടുന്ന മുകളിലെ അണപ്പല്ലിൽ തട്ടിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ളാദിനും നാം മുന്നേ പറഞ്ഞു വച്ചതുപോലെ ചില പ്രത്യേക സിഫത്തുകളുണ്ട്. ഇസ്തിഅലാ, അതുപോലെ ഇത്ബാഖ്, ജഹ്ർ, ഇസ്തിത്വാലത്ത്. നാം ഇതുവരെ പറയാത്ത പുതിയൊരു സിഫത്താണ് ഇസ്തിത്വാലത്ത്. അതായത് ളാദ് ഉച്ചരിക്കുമ്പോൾ ളാദിൻ്റെ മഖ്റജ് നാം പറഞ്ഞിരുന്നല്ലോ. ആ മഖ്റജ് മുതൽ ലാം ഉച്ചരിക്കുമ്പോൾ നാവിന് നാം കൊടുക്കുന്ന മഖ്റജ്, നാവിൻ്റെ തലഭാഗം, നാവിൻ്റെ തലഭാഗം ഇങ്ങനെ അരുഭാഗം ഇങ്ങനെ നീളത്തിലായിട്ടാണ് മഖ്റജ് വരിക. നാവിൻ്റെ തല എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗം മുഴുവനും മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടിച്ചുകൊണ്ടാണല്ലോ ഉച്ചരിക്കേണ്ടത്, ലാം ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ളാദിൻ്റെ മഖ്റജിൽ നിന്നും ഏകദേശം ലാമിൻ്റെ മഖ്റജ് വരെ നീണ്ടു കിടക്കുന്ന ഒരു മഖ്റജിൽ ഒരു ശബ്ദം നീളൽ എന്ന ഒരു സിഫത്ത് ളാദിനുണ്ട്. അതാണ് ഇസ്തിത്വാലത്ത്. മഖ്റജിൽ നിന്നും ലാമിൻ്റെ മഖ്റജ് വരെ മഖ്റജിൽ വെച്ചുകൊണ്ട് ശബ്ദം നീളൽ. അപ്പോൾ ളാദിന് സുക്കൂനായ അവസ്ഥയിൽ ഒന്ന് ഉച്ചരിച്ചാൽ ശരിക്കും മനസ്സിലാവും. ഇങ്ങനെ കേൾക്കണം. അതാണ് ളാദിൻ്റെ ഇസ്തിത്വാലത്ത് എന്ന പ്രത്യേക സിഫത്ത്. ഉച്ചരിക്കേണ്ടത് ഗൈരിൽ മഗ്ദൂബി, ഗൈരിൽ മഗ്ദൂബി, ഗൈരിൽ മഗ്ദൂബി എന്ന് പറയാൻ പറ്റില്ല. മഗ്ദൂബി, മഗ്ദൂബി ഒരല്പം മഖ്റജിൽ ഒരല്പം ഒന്നിങ്ങനെ ശബ്ദം നീളുന്ന വിധത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് അലൈഹിം എന്നതാണ്. അലൈഹിം നാം ആദ്യം പറഞ്ഞു വച്ചതുപോലെ അവിടെ സംഭവിക്കാവുന്ന പിഴവുകളൊക്കെ ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ തൊട്ടടുത്ത കലിമത്തുമായി ചേർത്ത് ഓതുമ്പോൾ അശ്രദ്ധമായി വന്നു പോകുന്ന ഒരു പിഴവാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വാ എന്ന സ്ഥലത്ത് വാവ് ഉച്ചരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് മീമ് പറയാതെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വാ, അലൈഹിം വലദ്ദാല്ലീൻ ഇങ്ങനെ പറയൽ ഒരു പതിവായി കേട്ടുവരുന്നൊരു പിഴവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുകയും ആ മീമിനെ അവിടെ വ്യക്തമാക്കുകയും വേണം. സുക്കൂനായ മീമിന് ഉള്ള ഒരു ഹുക്കുമാണ് ഇദ്ഹാർ. നാം നൂനിൽ പറഞ്ഞതുപോലെ തന്നെ മീമിനും ഒരു ഇദ്ഹാറുണ്ട്. അതിൻ്റെ അവസ്ഥയാണ് ഇവിടെയുള്ളത്. മീമിന് ശേഷം വാവ് വന്ന് വാവ് സംഭവിച്ചാൽ പ്രത്യേകം മീമിനെ വെളിവാക്കി, ഉന്നത്തില്ലാതെ എന്നാൽ മറച്ചു വെക്കാതെ വളരെ പെട്ടെന്ന് വെളിവാക്കി ഉച്ചരിക്കണം എന്നതാണ് അവിടെയുള്ള ഇദ്ഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലൈഹിം വാ, അലൈഹിം വാ, അലൈഹിം വാ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അതാണ് മീമിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ഹാർ എന്നാൽ ഉദ്ദേശിക്കുന്നത്. വാവിൻ്റെ മഖ്റജ് നാം ഇതുവരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടില്ല. വാവിൻ്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളിൽ നിന്നും തന്നെയാണ്. ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാവ് പുറപ്പെടുമ്പോൾ രണ്ട് ചുണ്ടിൻ്റെ മധ്യഭാഗം
ഇങ്ങനെ പൊള്ളയായ അവസ്ഥയിലാവും ഉണ്ടാവുക. 2 അരുഭാഗം ചേർന്നുകൊണ്ടും മധ്യഭാഗം ഇങ്ങനെ പൊള്ളയായിട്ടുമാണ് ഉണ്ടാവുക. അപ്പോഴാണ് വാ ഉച്ചരിക്കേണ്ടത്. വ എന്നോ ഉച്ചരിക്കാൻ പാടില്ല. വളരെ മൃദുവായി ഉച്ചരിക്കേണ്ട മറ്റൊരു അക്ഷരമാണ് വാ. വാ ഇങ്ങനെ മൃദുവായി ഉച്ചരിക്കേണ്ട മറ്റൊരു അക്ഷരമാണ് വാ. 2 ചുണ്ടിൽ നിന്നാണ് ഇതിൻ്റെ മഖ്റജ് പുറപ്പെടുന്നത്. വാ. അടുത്തത് അലൈഹിം എന്ന ലഫ്ലാണ്. അലൈഹിം എന്നതിനെ സംബന്ധിച്ച് തൊട്ട് മുന്നേ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതേ ഹുക്കുമുകളെല്ലാം ഇവിടെയും ബാധകമാണ്. നീട്ടാതെ ഉച്ചരിക്കുകയും അലൈ എന്ന ശബ്ദം കേൾക്കാതിരിക്കുകയും ലാമിന് ഏകാരസ്വരം വരാതിരിക്കുകയും ഹാഇന് കട്ടി കൊടുത്തുകൊണ്ടോ അധികമായി കാറ്റ് പുറത്തേക്ക് വന്നുകൊണ്ടോ ഉച്ചരിക്കാതിരിക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കുക. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന റിഹ്ലത്തുൻ മഅൽ ഖുർആൻ എന്ന ഈ പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ പ്രോഗ്രാം മുഴുവനായി വീക്ഷിക്കുകയും പരിശുദ്ധ ഖുർആനിനെ യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പാരായണം ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയും നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരിശുദ്ധ ഉംറ ഓരോരുത്തരും കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.